ഏവർക്കും MRK ബ്രോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അധ്യാപകരുടെ മാനസികമായ പീഡനത്തിനിരയായി പാലക്കാടിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നാം ഓരോരുത്തരും വളരെ വേദനയോടെയാണ് ഏറ്റുവാങ്ങിയത്. ഇതിൽ എനിക്ക് പറയുവാനുള്ളത്, പ്രധാന അധ്യാപകരുൾപ്പെടെ 5ഓളം അധ്യാപകരെ പറഞ്ഞു വിടുന്നതിൽ മാത്രം തീരുന്ന പ്രശ്നമല്ല നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു സ്കൂളിലെ അധ്യാപകർക്കും അധികൃതർക്കും വേണ്ടത് ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാവരും എല്ലാ വിഷയത്തിലും A+ നേടുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും ഇല്ലാതായി തീർന്നിരിക്കുന്നു. പക്ഷേ നാം ഓരോരുത്തരും ഒരു കാര്യം ഓർക്കണം, ഈ ഭൂമി അത് ജയിച്ചവർക്ക് മാത്രമുള്ളതല്ല, പരാജയപ്പെട്ടവർക്ക് കൂടി ഉള്ളതാണ്. ഒരു കുട്ടിയെ നാം വടിയെടുത്തടിച്ചാൽ അതിന്റെ മുറിവ് മാഞ്ഞു പോയേക്കാം, അതിന്റെ വേദന മറന്നു പോയേക്കാം. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിനെ നാം പീഡിപ്പിക്കുകയാണെങ്കിൽ, മാനസികമായ സമ്മർദ്ദത്തിന് ഇരയാക്കുകയാണെങ്കിൽ അത് വരുത്തുന്ന മുറിവ് അത് വളരെ ആഴമേറിയതാണ്. അത് നിരന്തരമായി എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ മനസ്സിൽ നിന്ന് തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം അതിനെ തണുപ്പിക്കുവാനായി അവർ പല വഴികളും തേടി ചെന്നേക്കാം, പല കാര്യങ്ങളും ചെയ്തെന്നും വരാം. ഇതിനായി നാം ഓരോരുത്തരും ആദ്യമായി ചെയ്യേണ്ടത്, ഒരിക്കലും ഒരു കുട്ടിയെയും മറ്റുള്ളവരായി നാം താരതമ്യം ചെയ്യരുത്. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിനേക്കാൾ ഉയരം കൂടിയ ഒരു വ്യക്തി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉയരം കുറഞ്ഞതിൽ ഒരു നാണക്കേടും തോന്നുന്നില്ലേ? കുറ്റബോധമൊന്നുമില്ലേ? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു, എനിക്ക് ഉയരം കുറഞ്ഞാലും നിങ്ങൾക്ക് ഉയരം കൂടിയാലും നാം രണ്ടുപേരും നിൽക്കുന്നത് ഒരേ ഭൂമിയിലാണ്. നമ്മുടെ രണ്ടുപേരുടെയും കാൽപാദങ്ങൾ പതിക്കുന്നത് ഒരേ ഇടത്തു തന്നെയാണ്. നിനക്ക് നിന്റെ സ്ഥലം, എനിക്ക് എന്റെ സ്ഥലം. പിന്നെ എന്ത് മാറ്റമാണുള്ളത്? വെറും 1.5 മാർക്കിന്റെ കുറവ് കാരണം പഠനത്തിൽ കുറച്ച് പിറകോട്ടായ കുട്ടികളെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തുകയും അവഹേളിക്കുകയും ചെയ്ത് തിരിച്ച് 8ാം ക്ലാസ്സിലേക്ക് തന്നെ ചെന്നിരുത്തുവാൻ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും തയ്യാറാണ് എന്ന് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യുന്ന എത്ര പരിതാപകരമായ കാഴ്ചയാണല്ലേ. എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വെറും A+ മാത്രമാണ് ജീവിത വിജയമെന്ന് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു പഠിപ്പിച്ച് വിദ്യാർത്ഥികൾ വലുതായി അവർ അധ്യാപകരായി മാറുമ്പോൾ അവർ അവരുടെ വിദ്യാർത്ഥികളെയും പറഞ്ഞു പഠിപ്പിക്കുന്നു വെറും A+ മാത്രമാണ് ജീവിത വിജയം. അങ്ങനെ വ്യക്തിത്വം നഷ്ടപ്പെട്ട ഒരു തലമുറയെ നാം വളർത്തിയെടുക്കുന്നു. വ്യക്തിത്വം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളും ജനതയുമായി അവർ മാറുന്നു. ഇവിടെയാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ജീവനുള്ള യഥാർത്ഥ അധ്യാപകൻ അരികിലുണ്ടാകുമ്പോൾ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് എന്തു മൂല്യം? അതായത്, 1, ജീവനുള്ള അധ്യാപകനായിരിക്കണം എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന അധ്യാപകനായിരിക്കണം. 2, യഥാർത്ഥ അധ്യാപകൻ എന്ന് വെച്ചാൽ അറിവിൽ നിന്ന് അധ്യാപനം നടത്തുന്നവരല്ല, മറിച്ച് അറിയലിൽ നിന്ന് അധ്യാപനം നടത്തുന്നവരായിരിക്കണം. 3, അരികിലുണ്ടായിരിക്കണം. അതായത് എന്നെന്നും ഒരു സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വിദ്യാർത്ഥികൾ പോയാൽ പോലും അവരുടെ മനസ്സിൽ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ മുഖം ഉണ്ടായിരിക്കണം. അതായത് ഒരു കുട്ടിക്ക് പഠനത്തിൽ മാർക്ക് കുറഞ്ഞാൽ, പരീക്ഷയിൽ തോറ്റുപോയാൽ പോലും ആ കുട്ടിയെ ചേർത്ത് പിടിക്കുവാനും അവർക്ക് സ്നേഹം നൽകുവാനും അധ്യാപകർക്ക് കഴിയണം. ഏതു മേഖലയിലാണ് കുട്ടികളുടെ കഴിവ് ഉദിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ അധ്യാപകർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ, തോമസ് ആൽവ എഡിസനെ പോലെ, മേരി ക്യൂരിയെ പോലെ പ്രശസ്തരായ ഉന്നത സ്ഥാനത്തുള്ളവരായി തീരുമെന്ന് മനസ്സിലാക്കുവാൻ, അവരുടെ പ്രാപ്തി കണ്ടെത്തുവാൻ അധ്യാപകർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പിൻബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ, മുൻബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഓരോ കുട്ടിയുടെയും കണ്ണുകളിലേക്ക് അധ്യാപകരുടെ കണ്ണുകൾ സ്പർശിക്കുമ്പോൾ, ഓരോ കുട്ടിയുടെയും ഹൃദയങ്ങളിലേക്ക് അധ്യാപകരുടെ വിരലുകൾ സ്പർശിക്കുമ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ അധ്യാപകർ പ്രിയപ്പെട്ട അധ്യാപകരായി മാറിത്തീരും എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള ഭാഗമായ നമ്മുടെ പല്ല് അവ കാലക്രമേണ കൊഴിഞ്ഞു പോകുന്നു. പക്ഷേ ഫ്ലെക്സിബിളായി നിൽക്കുന്ന നമ്മുടെ നാവ് അത് മരണം വരെ ഒന്നും സംഭവിക്കാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്നു. എന്നുവെച്ചാൽ അധ്യാപകർ ഒരു ആവശ്യവുമില്ലാതെ അനാവശ്യമായ വിദ്യാർത്ഥികളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കാതെ പരസ്പരം വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്പരം സ്നേഹം പങ്കിടുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയും. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന് നാം ഓരോരുത്തരും മറന്നു പോകരുത്.